പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 2-ാം വാക്യം വായിക്കാം. എൻ്റെ ബലവും എൻ്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവൻ എൻ്റെ ദൈവം, ഞാൻ അവനെ സ്തുതിക്കും. അവൻ എൻ്റെ പിതാവിൻ ദൈവം, ഞാൻ അവനെ പുകഴ്ത്തും. ദൈവമക്കളെ, ഇപ്പോൾ നമ്മൾ വായിച്ച ദൈവവചനം മോശയുടെ ഒരു ഗീതമാണ്. മോശയെ മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവം എടുത്ത് ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് അവരുടെ കഷ്ടതകൾ ദൈവം കണ്ടു. അവരുടെ കഷ്ടതകൾ ദൈവം കണ്ട് ഹല്ലേലൂയ അവരെ ദൈവം വിടുവിക്കുകയാണ്. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, ഊഴി വിചാരകമാ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു, ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു എന്ന് ദൈവം നമ്മോട് പറയുകയാണ്. ആ ദൈവം അവരുടെ സങ്കടങ്ങൾ, അവർ ഊഴി വിചാരകന്മാർ മുഖേനയുള്ള അവരുടെ കഷ്ടതകൾ കണ്ടപ്പോൾ അവർ മോശയെ അവരെ വിടുവിക്കുവാനുമായി ദൈവം പറഞ്ഞു വിടുകയാണ്, നിയോഗിക്കുകയാണ്. ദൈവം പറയുകയാണ്, ഞാൻ എബ്രഹാമിന്റെ ദൈവവും ഇസാക്കിന്റെ ദൈവവും യാക്കോവിന്റെ ദൈവവുമായി നിന്റെ പിതാക്കന്മാരുടെ ദൈവമാകുന്നു എന്ന് അരുളി ചെയ്യുകയാണ്. അങ്ങനെയുള്ള ദൈവം ഹല്ലേലൂയ ഇസ്രായേൽ മക്കളെ മോശയുടെ നേതൃത്വത്തിൽ നിന്ന് മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരികയാണ്. അങ്ങനെ വിടുവിച്ചു കൊണ്ടുവരുന്നപ്പോൾ അവർക്ക് റെഡ് സീയുടെ ഹല്ലേലൂയ ചെങ്കടലിന്റെ തീരത്ത് അവരെത്തുകയാണ്. ചെങ്കടൽ കടക്കുവാന് അവർക്ക് കഴിയാതെ അവർ നിന്നപ്പോൾ അവർ ദൈവത്തിന്റെ മുഖത്തേക്ക് അവർ നിലവിളിക്കുകയാണ്. ദൈവത്തോട് അവർ ചോദിക്കുകയാണ്. മോശയോട് ദൈവം പറയുന്നു, നിന്റെ വഴി സമുദ്രത്തിന് നേരെ നീട്ടുക. അപ്പോൾ സമുദ്രം രണ്ടായി പിളർന്ന് അവര് ഉണങ്ങിയ നിലത്തോടുകൂടി ഹല്ലേലൂയ ആ ചെങ്കടല് അവര് കടന്നു വരികയാണ്. അപ്പോൾ പുറകില് ഫറവോനെയും അവരുടെ സൈന്യവും ഇവരെ പിടിക്കുന്നതിനു വേണ്ടി പിന്തുടരുന്നത് ഇവർ കാണുകയാണ്. അപ്പോ ദൈവം ഇസ്രായേൽ മക്കളെ ചെങ്കടൽ കടത്തിയെങ്കിലും ഫറവോനെയും അവരുടെ സൈന്യത്തെയും ദൈവം കടലിന്മേൽ താത്തിക്കളഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത്, കുതിരയെയും അതിൽമേൽ ഇരുന്നവനെയും അവൻ അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മോശയും ഇസ്രായേൽ മക്കളും അന്ന് യഹോവയ്ക്ക് കീർത്തനം പാടി ചൊല്ലിയെന്നാൽ ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും. അവൻ മഹോന്നതൻ, കുതിരയെയും കുതിരമേൽ ഇരുന്നവനെയും അവൻ ചെങ്കടലിൽ താത്തിക്കളഞ്ഞു എന്ന് പറഞ്ഞ് മോശയുടെ സഹോദരിയായ മിരിയാം ഹല്ലേലൂയ തപ്പെടുത്ത് നൃത്തം ചെയ്യുകയാണ്. അങ്ങനെ തപ്പെടുത്ത് അവർ നൃത്തം ചെയ്ത് ഹല്ലേലൂയ എല്ലാ ഇസ്രായേൽ സ്ത്രീകളും മിരിയാമിന്റെ നേതൃത്വത്തിൽ ദൈവത്തെ പാടി പുകഴ്ത്തുകയാണ്. എൻ്റെ ദൈവമാണ് എൻ്റെ ശക്തി, അവനാണ് എൻ്റെ ബലം എന്ന് പറയുകയാണ്. അതാണ് ഈ വാക്യത്തില് മോശ പറയുകയാണ്, ഞാൻ ദൈവത്തെ വാഴ്ത്തും, ഞാൻ ദൈവത്തെ സ്തുതിക്കും, അവനാണ് എൻ്റെ ബലം, അവനാണ് എൻ്റെ ശക്തി, ദൈവം ഇല്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല. ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്, അവന് കഴിയാത്ത കാര്യമൊന്നുമില്ലല്ലോ. ഒരു വാക്കിനാൽ ആകാശത്തെ വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ആത്മാവിനെ നിർമ്മിക്കുകയും ചെയ്ത ആ സർവശക്തനായ ദൈവമുണ്ടല്ലോ. ആ ദൈവം അവന്റെ വൻകരങ്ങളെ നീട്ടി ചെങ്കടലിനെ വിഭാഗിച്ച് ഇസ്രായേൽ മക്കളെ ഹല്ലേലൂയ ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ അവർ നടത്തിയ കാര്യം ഓർത്തപ്പോൾ മോശയ്ക്ക് ഹല്ലേലൂയ മോശ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. മിരിയാം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ആ സമയത്ത് എഴുതിയതാണ് ഈ പുറപ്പാട് പുസ്തകത്തെ നമ്മൾ വായിച്ച വാക്യം. നമുക്ക് 118-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിലേക്ക് നമുക്ക് വരാം. യഹോവ എൻ്റെ ബലവും എൻ്റെ കീർത്തനമാകുന്നു, അവൻ എനിക്ക് രക്ഷയായി തീർന്നിരിക്കുന്നു. ഇത് ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് തന്റെ ജീവിത യാത്രയിൽ ദാവീദിനെ പിടിക്കുവാനായിട്ട് ദാവീദിന്റെ അമ്മായിപ്പനായ ശൗല് ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി പുറകെ ഓടിയെത്തുകയാണ്. സൈന്യവുമായി ദാവീദിനെ പിടിക്കുവാൻ വേണ്ടി ദാവീദിനെ പിന്തുടരുകയാണ്. അപ്പോൾ ദാവീദ് പറയുകയാണ്, യഹോവയാണ് എൻ്റെ ബലം, എൻ്റെ കീർത്തനവും അവനാണ്. ദൈവമാണ് എന്നെ വിളിച്ചത്. ഞാൻ വനാന്തരത്തിലിരുന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം മനുഷ്യപുത്രന്മാരെ നോക്കിയപ്പോൾ അതാ വനാന്തരത്തിലിരുന്ന ഒരുത്തൻ ദൈവത്തെ ആരാധിക്കുന്നു കണ്ടു. അവനെ പൊക്കിയെടുത്ത്
ഇസ്രായേലിന്റെ രാജാവാക്കുവാൻ ദൈവത്തിന് മനസ്സ് തോന്നി. ആ ദൈവമാണ് എന്റെ ബലം, അവനാണ് എന്റെ രക്ഷ. ദൈവത്തിന്റെ ശക്തി എന്റെ മേൽ വന്നപ്പോൾ മല്ലനായ ഗോലിയാത്തിനെ ഞാൻ കേവലം കല്ലുകൾ കൊണ്ട് എറിഞ്ഞ് അവനെ വീഴ്ത്തി, അവനെ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് ഇസ്രായേൽ സ്ത്രീകൾ പറയുകയാണ്, ദാവീദ് ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് പാടിയപ്പോൾ ശൗലിന് ദാവീദിനോട് അസൂയ തോന്നുകയാണ്. അന്നു മുതൽ ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി പുറകെ ഓടിയെത്തുകയാണ്. ദാവീദ് പറയുകയാണ്, ഹല്ലേലൂയ, ഈ കഷ്ടതകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഞാൻ അതിജീവിക്കും. ദൈവമാണ് എന്റെ ബലം. ഹല്ലേലൂയ, യഹോവ എന്റെ ബലവും എന്റെ കീർത്തനവുമാകുന്നു. അവൻ എനിക്ക് രക്ഷയായി തീർന്നിരിക്കുന്നു. ദൈവമാണ്, ഹല്ലേലൂയ, എന്റെ ബലം. അവർ തേനീച്ച പോലെ എന്നെ ചുറ്റിവളഞ്ഞു, മുൾത്തീ പോലെ അവർ കെട്ടുപോയി. യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ചെറുച്ചു കളയും. അവരെ തേനീച്ച പോലെ സൈന്യങ്ങൾ മുഴുവനും തേനീച്ച പോലെ എന്നെ ചുറ്റി വളഞ്ഞു. പക്ഷേ ഹല്ലേലൂയ, ഞാൻ യഹോവയുടെ നാമത്തിൽ അവരെ ഛേദിച്ചു കളയും. ഹല്ലേലൂയ. ഗോലിയാത്തിന് നേരെ ദാവീദ് ചെന്നപ്പോൾ ദാവീദ് പറയുകയാണ്, ഞാൻ എന്റെ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഹല്ലേലൂയ ഞാൻ വരികയാണ്. ഹല്ലേലൂയ, ദൈവത്തിന്റെ നാമത്തിലാണ് അവൻ ചെല്ലുന്നത്. ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ നാമത്തിൽ ചെന്ന് അവരെയെല്ലാം അവൻ കീഴ്പ്പെടുത്തി കളയുകയാണ്. ദൈവമക്കളെ, നമുക്ക് യേശു നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിജയം നിശ്ചയമാണ്. അവനാണ് നമ്മുടെ ബലം, അവനാണ് നമ്മുടെ ശക്തി, അവനാണ് നമ്മളെ വലിയവനാക്കുന്നത്. അവന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വിജയം നിശ്ചയമാണ് എന്ന് മോശ പറയുകയാണ്, ദാവീദ് പറയുകയാണ്. അവരുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് അത് കാണുകയാണ്. യെശയ്യാ പ്രവചനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക്, ഇതാ ദൈവം എന്റെ രക്ഷ, യഹോവയായ യാഹ് എന്റെ ബലവും എന്റെ ഗീതവുമായിരിക്കൊണ്ട് അവൻ എന്റെ രക്ഷയായി തീർന്നിരിക്കുന്നുണ്ടും ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. ഇതാണ്, ദൈവമാണ് എന്റെ രക്ഷ. അതുകൊണ്ട് ദൈവം എന്റെ രക്ഷയായതുകൊണ്ട് ഞാൻ ഭയപ്പെടാതെ അവനിൽ ആശ്രയിക്കും. എന്റെ ബലവും എന്റെ ഗീതവും ആയിരിക്കുകൊണ്ട് ഞാൻ പാട്ടുപാടുന്നത് ആർക്കാണ്? ദൈവത്തിന്റെ നാമത്തിലാണ് ഞാൻ പാട്ടുപാടുന്നത്. അതുകൊണ്ട് യഹോവയാണ്, യാഹ് എന്ന ദൈവമാണ് എന്റെ ബലം, എന്റെ രക്ഷ അവനാണ്, അവനിലാണ് ഞാൻ ആശ്രയിച്ചിരിക്കുന്നത് എന്ന് യെശയ്യാ പ്രവാചകൻ തന്റെ ജീവിതയാത്രയിൽ അവൻ പറയുകയാണ്. സങ്കീർത്തനം 28-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവ എന്റെ ബലവും എന്റെ പരിചയമാകുന്നു. എന്റെ ഹൃദയം അവങ്കിൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു, അതുകൊണ്ട് എന്റെ ഹൃദയം ഉല്ലസിക്കുന്നു. ദാവീദ് വീണ്ടും പറയുകയാണ്, യഹോവ എന്റെ ബലവും എന്റെ പരിചയമാകുന്നു. ദൈവം എന്റെ ബലം മാത്രമല്ല, എന്റെ പരിചയാണ്. മറ്റുള്ളവർ എന്നെ ആക്രമിക്കുവാൻ വരുമ്പോൾ അവൻ എന്നെ മറ്റുള്ളവരിൽ ആക്രമണത്തിൽ നിന്ന് എന്നെ തടഞ്ഞു നിർത്തുന്ന പരിചയാണ് എന്റെ ദൈവം എന്റെ ബലവും എന്റെ പരിചയവുമാണ് ദൈവമെന്ന് ദാവീദ് പറയുകയാണ്. ദാവീദിന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ദാവീദിന്റെ മകനായ അബ്സലോം ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ദാവീദിനെ പുറകെ ഓടിയെത്തുകയാണ്. ദാവീദിന്റെ അമ്മായപ്പനായ ശൗൽ രാജാവ് ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി ദാവീദിനെ പിന്തുടരുകയാണ്. ദാവീദിന്റെ വളരെയധികം ശത്രുക്കൾ ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി പിന്തുടർന്നപ്പോഴൊക്കെ ദൈവമാണ് എന്റെ പരിചയ, ദൈവമാണ് എന്റെ ബലം. അതുകൊണ്ട് ഞാൻ ഭയപ്പെടാതെ ഇരുന്നു. ദൈവം എന്നെ രക്ഷിച്ചു എന്ന് ഹല്ലേലൂയ ദാവീദ് പറയുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ മോശ പറയുകയാണ്, എന്തിനാണ് മോശ പറയുകയാണ്, ചെങ്കടലിന്റെ മുമ്പിൽ ഞാൻ ഈ ഏകദേശം 30 ലക്ഷത്തിൽ കൂടുതലുള്ള ജനങ്ങളുമായി വന്നപ്പോൾ ദൈവം എന്റെ ആശ്രയമായിരുന്നു, ദൈവം എന്റെ ബലമായിരുന്നു, അവൻ എന്റെ രക്ഷയായി തീർന്നു. അവനാണ് എന്റെ രക്ഷ. അവൻ എബ്രഹാമിന്റെ ദൈവമാണ്, ഇസാക്കിന്റെ ദൈവമാണ്, യാക്കോബിന്റെ ദൈവമാണ്. അവനാണ് എന്റെ രക്ഷ എന്ന് ഇവിടെ പറയുകയാണ്. അതുകൊണ്ടാണ് കുറിവാക്യത്തിലേക്ക് വരാം. 15:2 എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവൻ എന്റെ ദൈവം, ഞാൻ അവനെ സ്തുതിക്കും. അവന്റെ പിതാവിൻ ദൈവം,
ഞാൻ അവൻ എൻ്റെ പിതാവിൻ്റെ ദൈവമാണ് അവൻ. അതായത് എബ്രഹാമിന്റെ ദൈവമാണ്, ഇസാക്കിന്റെ ദൈവമാണ്, യാക്കോബിന്റെ ദൈവമാണ്. അവിടെ എല്ലാം ജീവിതത്തിൽ ദൈവാത്ഭുതങ്ങളെ ചെയ്തു. അവൻ അത്ഭുതം മന്ത്രിയാണ്, വീരനാം ദൈവമാണ്. ഹല്ലേലൂയ. അവൻ ഇവിടെയും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് ഉണ്ട്. അവനെ ഞങ്ങൾ സ്തുതിക്കുമോ എന്ന് മോശ പറയുകയാണ്. ആ മോശയുടെ നേതൃത്വത്തിൽ ഏകദേശം 30 ലക്ഷം ആളുകളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ദൈവത്തിന്റെ അത്ഭുതകരം അവിടെ അവർ കാണുകയാണ്. ദൈവത്തെ അതുകൊണ്ടാണ് അവര് തപ്പെടുത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്നത് നമ്മളവിടെ കാണുകയാണ്. മരുഭൂമിയിലേക്കൂടെ പകല് മേഘസംഭവവും രാത്രി അഗ്നിസംഭവവും ആയി അവരെ വഴി നടത്തുന്ന ഒരു ദൈവത്തെ നമ്മളവിടെ കാണുകയാണ്. അവര് യാത്ര ചെയ്തപ്പോൾ 3 ദിവസം അവർക്ക് വെള്ളം കിട്ടാതെ ഇരുന്നപ്പോൾ ജനം മോശയോട് പിറുപിറുത്തപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം അവിടെ മാറായെ മധുരമാക്കി കൊടുത്തു. ഹല്ലേലൂയ ദൈവം അവർക്ക് വെള്ളം കൊടുത്തതായിട്ട് നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ മന്ന കൊടുത്തു. ഹല്ലേലൂയ കാടപ്പക്ഷിയെ ഹല്ലേലൂയ കടലിൽ ലിവ്യാതാന്റെ തലകളെ തകർത്ത് ഹല്ലേലൂയ കാടപ്പക്ഷിയെ കൊടുത്തു, ഇറച്ചിയും കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെ ദൈവം അവരെ എത്ര ജയോത്സവമായി നടത്തി. അങ്ങനെ നടത്തിയ ഒരു ദൈവത്തെ നമുക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് മോശ പറയുകയാണ്, ഹല്ലേലൂയ ഇസ്രായേൽ മക്കളും യഹോവയ്ക്ക് കീർത്തനം പാടി. അതുകൊണ്ടാണ് ദൈവത്തെ അവർ സ്തുതിച്ചത്. അവന്റെ അത്ഭുത പ്രവർത്തിക്ക് ഒത്തവണ്ണം ഹല്ലേലൂയ ദൈവത്തെ നമ്മൾ സ്തുതിക്കണം. ദൈവം നമുക്ക് ചെന്ന ഉപകാരത്തിന് ഒത്തവണ്ണം ദൈവത്തെ സ്തുതിക്കണം. അതുകൊണ്ട് മോശ തന്റെ ജീവിതത്തിൽ ചെയ്ത ആ ഉപകാരത്തിനൊത്തവണ്ണം ദൈവത്തെ പാടി പൂർത്തുന്നതാണ് ഈ 15-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഹല്ലേലൂയ ഈ ഇതിന്റെ അവസാന വാക്യങ്ങൾ പറയുകയാണ്, നിന്റെ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമിക്ക് വരുത്തിയ വ്യാധികളൊന്നും നിനക്ക് വരുത്തുകയില്ല. ദൈവം നമ്മൾക്ക് സുരക്ഷിതമായ സമാധാനവും ശാന്തിയും എല്ലാം നമുക്ക് തരണമെങ്കിൽ നമ്മൾ എന്താണ് ദൈവത്തിന്റെ യഹോവയുടെ വാക്ക് നീ സത്യയോടെ കേട്ടനുസരിച്ച് അവന് പ്രസാദമുള്ളത് നീ ചെയ്ത് ജീവിക്കണമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ ഹല്ലേലൂയ മോശ പാടിയ ഈ പാട്ട് മോശ പറയുകയാണ്. മോശ എന്താണ് ഈ പാട്ട് പാടാനുള്ള കാരണം? അവന്റെ ജീവിതത്തിൽ ദൈവാത്ഭുതങ്ങളെ ചെയ്തു. അവൻ ദൈവാത്ഭുത മന്ത്രിയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവാത്ഭുതങ്ങളെ ചെയ്യുമ്പോൾ, നമ്മളെ വിടുവിക്കുമ്പോൾ അവൻ ചെയ്ത പ്രവർത്തിക്കനുസരിച്ച് ദൈവം ചെയ്ത പ്രവർത്തിക്കനുസരിച്ച് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നാം ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം എന്ന് മോശ നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഈ വചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്നതായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആമേൻ.